അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പേരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നെസ്ലെ മിൽക്ക് മൈഡ് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കും ഒരു സേമിയ പായസത്തിൽ എന്തിരിക്കുന്നുവെന്ന്. ഞാനിത് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാറ്റഗറി ബാച്ചിലേഴ്സ് ആണ്. മിൽക്ക് മെയ്ഡ് ഇട്ട ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പായസം ബാച്ചിലേഴ്സിന് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ചെറിയ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. നെസ്ലെയും റേഡിയോ മിർച്ചിയും കൂടി നടത്തിയ ഒരു മത്സരമായിരുന്നു അത്. അപ്പോൾ സമ്മാനമൊന്നും കിട്ടിയില്ല, പക്ഷെ പങ്കെടുത്തതിന് അവർ ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തന്നിരുന്നു. അതിനകത്തുണ്ടായിരുന്നത് ഈ ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് നെസ്ലയുടെ ഒരു ബുക്ക്ലെറ്റും, പിന്നെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒരു മാഗിയുടെ കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡറും. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഒരു ഡിഷായിട്ട് തോന്നി. ആദ്യം പറഞ്ഞ പോലെ തന്നെ സേമിയ പായസത്തിൽ എന്തിരിക്കുന്നു എന്ന് തോന്നും, പക്ഷേ മിൽക്ക് മെയ്ഡ് ഇട്ട് ഞാനിതുവരെ പായസം ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചേരുവകളൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പാൽ തിളപ്പിക്കുക, നെസ്ലെ മിൽക്ക് മെയ്ഡ് സേമിയ, ഏലക്ക എന്നിവ ചേർക്കുക. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ്, കണ്ടോ, ഇതാണ് ഗിഫ്റ്റ് ഹാമ്പറായിട്ട് കിട്ടിയ മിൽക്ക് മെയ്ഡ്. നമ്മളിട്ടു. ഒരു ടിൻ മൊത്തമായിട്ട് ഇടുവാണ്, കാര്യം നമ്മളെല്ലാം ഡബിളായിട്ടാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ, ഇതൊരു 150 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ അളവിന്. പിന്നെ നമ്മുടെ ഏലക്ക പൊടിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഏലക്ക ചതച്ചിടാം, അതാകുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ കൂടും. ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന സമയം 4-5 മിനിറ്റ് പാകം ചെയ്യണം എന്നാണ്. അപ്പോൾ 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. നമുക്ക് നോക്കാം 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ സേമിയയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുമെന്ന് നോക്കാം. അപ്പം നമ്മുടെ പായസം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല മണമൊക്കെ ആയിട്ട് ഒരു പായസം നമുക്ക് കിട്ടും. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇരുന്ന് ഒന്നുകൂടി കുറുകാനുള്ളത് കണ്ടിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങ് ചേർത്തേക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെസ്ലെ മിൽക്ക് മെയ്ഡ് സേമിയ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ഓൾറെഡി എന്തായാലും വേണം. എൻ്റെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയത്തുള്ളൂ. എന്തൊക്കെ ഡിഷസ് ഉണ്ടാക്കണം അതൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു എപ്പിസോഡ് വരുന്നത് വരെ ബൈ.